അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ അലിഹി വസ്സഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ അതിലെ 190-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കൽപ്പന സൂചിപ്പിക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ തഅതദു, നിങ്ങൾ അതിരുകവിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, തീർച്ചയായും അതിക്രമം പ്രവർത്തിക്കുന്നവരെ, അതിരുകവിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു വചനവും ഇതിന്റെ ആശയവും എന്ന് പറയുന്നത് ഇസ്ലാമിലെ പൊതുവായ ഒരു തത്വമാണ്. ഏത് കാര്യത്തിലും ഇസ്ലാം അതിരുകവിയലുകളെ, തീവ്രമായ കാര്യങ്ങളെ, അല്ലെങ്കിൽ മതം അനുശാസിക്കുന്നതിനപ്പുറത്ത് സാധാരണ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെ ചില വ്യക്തികളോ അല്ലെങ്കിൽ ചില ആശയങ്ങളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ഒക്കെ മതത്തെ തെറ്റായി മനസ്സിലാക്കുന്നത് മൂലമോ ഒക്കെ ഉണ്ടാകുന്ന അതിരുകവിയലുകളെ, തീവ്രമായ ചിന്താഗതികളെ, ഇത് മതത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളായിരുന്നാൽ പോലും ചെയ്യുന്നത് ഇസ്ലാം വിലക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. ഇസ്ലാം എപ്പോഴും മധ്യമമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഞാൻ ഈ ഒരു വചനം, വിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ വചനങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനവധി വചനങ്ങളിൽ ഇങ്ങനെ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്, അതിരുകവിഞ്ഞ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു വചനം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അതായത് ഈ ആയത്തിന്റെ ഒരു ശകലം, ഒരു പകുതി ഭാഗം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിന് ആദ്യ പകുതി ഇങ്ങനെയാണ്. സൂറത്തുൽ ബഖറയിൽ 190-ാമത്തെ വചനം, വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും അങ്ങോട്ട് യുദ്ധം ചെയ്യുക. എന്നിട്ടാണെന്ന് പറയുന്നത് വലാ തഅതദു, യുദ്ധത്തിലായിരുന്നാൽ പോലും, എവിടെയായിരുന്നാൽ പോലും നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്, അതിരുകവിഞ്ഞ് കാര്യങ്ങൾ ചെയ്യരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, തീർച്ചയായും അള്ളാഹു അതിരുകവിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നവരെ, അതിക്രമം പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഇപ്പോൾ തന്നെ നടക്കുന്ന യുദ്ധ സന്ദർഭങ്ങളെ കുറിച്ച്. ലോകത്ത് നടക്കുന്ന വളരെ ഇപ്പോൾ യുദ്ധത്തിന്റെ പേരിൽ, എന്തിന്റെ പേരിലായാലും ഇന്ന് അന്താരാഷ്ട്ര നിയമങ്ങളും കോടതികളും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ പോലുള്ള ലോകത്തെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന് ഉറപ്പ് നൽകേണ്ട സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, അതിന്റെ ഒരു സ്ഥിതി പരിശോധിച്ച് നോക്കിയാൽ ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് നിയമങ്ങളൊക്കെ കാറ്റിപ്പുറത്തി ലോകത്ത് ഒരു മനുഷ്യന്മാർ തമ്മിൽ പരസ്പരമുള്ള ഒരു അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള അതിക്രമങ്ങളും അട്രോസിറ്റികളുമാണ് ലോകത്ത് പട്ടാളത്തിന്റെ ഭാഗത്തുനിന്നും രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ അത് കാണാൻ, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കൽപ്പന ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ, ഒരു വേദഗ്രന്ഥത്തിൽ ഉണ്ടോ എന്നത്, ഖുർആനിലല്ലാതെ മറ്റൊരു സ്ഥലത്തുണ്ടോ എന്നുള്ളത് അത്ഭുതമാണ്. കാരണം ഖുർആൻ പറയുന്നത് യുദ്ധത്തിലായിരുന്നാൽ പോലും അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. നിങ്ങൾ യുദ്ധത്തിൽ, നിങ്ങൾ എതിരാളികളോട്, നിങ്ങളോട് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന എതിരാളികളെ നിങ്ങൾ പ്രതിരോധിക്കുമ്പോൾ, നിങ്ങൾ അങ്ങോട്ട് അക്രമം അവരോട് നടത്തുമ്പോൾ പോലും നിങ്ങളൊരു പരിധി വിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖുർആൻ കൽപ്പിക്കുന്നത്. അതിക്രമം എവിടെയും പാടില്ല, ആരോടും പാടില്ല. ഈ ഒരു വചനത്തെ വിശദീകരിക്കുന്നു ഇസ്ലാമിലെ പ്രമുഖനായ തഫ്സീർ പണ്ഡിതനായിരുന്ന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. അതായത് ഇസ്ലാമിന്റെ ഹദീസുകളിലും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്ന ഒരുപാട് കൽപ്പനകളുണ്ട്. യുദ്ധമര്യാദകൾ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഉപദേശങ്ങളുടെ, ഒരു നിർദ്ദേശങ്ങളുടെ പട്ടിക ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുണ്ട് ലോകത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖലീഫമാരൊക്കെയും അത് തങ്ങളുടെ യുദ്ധങ്ങളിലും ഏറ്റുമുട്ടലുകളിലും അത് അനുയായികളെ ഉത്ബോധിപ്പിക്കുകയും അത് വിട്ട് ആ ഒരു പരിധി വിട്ട് കടക്കാൻ പാടില്ല എന്ന് പ്രത്യേകം നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ ഈ ഒരു വചനത്തിൽ കീഴടക്കുന്നതായി കാണാം. ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണമായി എണ്ണത് കാണും. അത് ഏത് സമയത്ത് ഒരുപാട് സ്വഹാബിമാരിൽ നിന്ന് അവരെ കാണാനും അതുപോലെ തന്നെ അവരിൽ നിന്ന് അറിവ് പഠിക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ച ഹസനുൽ ബസരി എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട വലിയ പണ്ഡിതരുണ്ട്. ഒരുപാട് സ്വഹാബിമാരുടെ ശിഷ്യനാണ് അദ്ദേഹം പറയുന്നത് കാണാം. ഇപ്പോൾ യുദ്ധത്തിൽ മൃതദേഹം വികൃതമാക്കുക, അതുപോലെ തന്നെ പരിധിക്കപ്പുറത്ത് ഒരു നാട്ടിൽ ചെന്നാൽ അവിടെ വീടുകൾക്ക് കൊള്ളയടിക്കുക, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിൽ ഉൾപ്പെടും എന്ന് അദ്ദേഹം പറയുന്നത് കാണാം. ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ മുസ്ലിങ്ങളുടെ മൃതദേഹങ്ങൾ വികൃതമാക്കിയിട്ട് പോലും, അഥവാ യുദ്ധത്തിൽ ഒരു അപ്പുറത്തുള്ള ഒരാൾ കൊന്നു കഴിഞ്ഞാൽ, അയാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മൃതദേഹത്തെ ഒരു ആദരവും ബഹുമാനവും കാണിക്കണം എന്നുള്ളതാണ് ഒരു പൊതുമര്യാദ എന്ന് പറയുന്നത്. അത് ശത്രുക്കൾ ഇങ്ങോട്ട് കാണിച്ചിട്ട് പോലും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുസ്ലിങ്ങൾക്ക് അനുവാദം കൊടുത്തിരുന്നില്ല. മൃതദേഹം അതിനെ അംഗമിച്ചോ അതിന്റെ അവയവങ്ങൾ ഛേദിക്കുകയോ അത് മറ്റെന്തെങ്കിലും പ്രവൃത്തി നടത്തി അതിനെ അനാദരിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട്. അതുപോലെ തന്നെ ഖത്ലിൻ നിസ, സ്ത്രീകളെ വധിക്കുക, ചെറിയ കുട്ടികൾ സിബിയാൻ, ചെറിയ കുട്ടികളെ വധിക്കുക, വശുയൂഖ്, അതുപോലെ തന്നെ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാത്ത പിന്നെ ആരോഗ്യമൊന്നുമില്ലാത്ത പ്രായമേറിയ വാർദ്ധക്യ ജീവിതം നയിക്കുന്ന ആളുകളെ ആക്രമിക്കുക, കൊല്ലുക, ഇതൊന്നും ഇസ്ലാമിൽ പറയും. ഇതൊക്കെ ഇതിന്റെ പരിധിയിൽ വരും. അതുപോലെ തന്നെ റുഹ്ബാൻ, അസ്ഹാബു സവാമ്യ, ഈ മഠങ്ങളിലും അതുപോലെ തന്നെ ആശ്രമങ്ങളിലൊക്കെ ജീവിക്കുന്ന സന്യാസ ജീവിതം നയിക്കുന്ന ആളുകളുണ്ടാവും. അത് ഏത് മതക്കാരായിട്ട് തന്നെ. റുഹ്ബാൻ, പുരോഹിതന്മാർ, മറ്റു തരത്തിലുള്ള പുരോഹിതന്മാരുണ്ടാവും. അവരൊന്നും യുദ്ധവുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അവർ അവരുടേതായ ആരാധനകൾ മാത്രമായി കഴിഞ്ഞുകൂടുന്ന സന്യാസ ജീവിതവും ഒക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. ഇവരെയൊന്നും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ബേസിക് ഫണ്ടമെന്റലായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തഹ്രീഖുൽ അഷ്ജാർ, മരങ്ങൾ, കൃഷി നശിപ്പിക്കുക, ഖത്ലുൽ ഹയവാൻ ലിഗൈരി മസ്ലഹ, ഒരു ആവശ്യവുമില്ലാതെ യുദ്ധത്തിൽ ഒരു പിന്നെ ആവശ്യവുമില്ലാതെ മൃഗങ്ങളെ വെറുതെ വധിച്ചു കളയുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാം യുദ്ധത്തിൽ നിഷിദ്ധമാക്കിയ സംഗതികളാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ ലോകക്രമത്തിൽ പോലും മനുഷ്യൻ ഇത്രയേറെ പുരോഗമിച്ചു, ഒരുപാട് നിയമങ്ങൾ വന്നു, ഭരണഘടനകൾ വന്നപ്പോൾ ഒക്കെ മനുഷ്യന് ഒരുപാട് നിയന്ത്രണങ്ങൾ സ്വയം സാധ്യമാകാൻ കഴിയും, അല്ലെങ്കിൽ മനുഷ്യൻ കുറേയേറെ നല്ലവനായി മാറി, മതങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളാണോ? അതല്ല എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ കൽപ്പനകൾ, വിശുദ്ധ ഖുർആനിലെ യുദ്ധത്തിൽ പോലും നിങ്ങൾ അതിര് കവിയരുത് എന്ന് പറഞ്ഞ ഈ കൽപ്പനയാണോ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ പ്രാവർത്തികമായി നടന്നത്, പ്രാക്ടിക്കലായി സംഭവിച്ചത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. എത്രത്തോളം നമ്മളൊന്ന് ആലോചിക്കുക, യുദ്ധമര്യാദകൾ എന്ന് പറയുന്ന ഒരു വാക്കിന് തന്നെ ഇന്നത്തെ കാലത്ത് വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെയാണ്. അതാരും കേൾക്കുന്നില്ലല്ലോ. എന്നാൽ അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ഏത് കാര്യത്തിലും മിതത്വം പാലിക്കുക, ഒരാളോടും ഒരു കാര്യത്തിലും അതിര് കവിഞ്ഞ് തീവ്രമായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക, ഒരു മധ്യമ നിലപാട് എല്ലാത്തിലും സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോ ഇസ്ലാമിൽ ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ, ഒരാൾ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ കൊല്ലപ്പെട്ട ആളുടെ കുടുംബങ്ങൾക്ക് ഇയാൾ പ്രതിക്രിയ ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർക്ക് ഇസ്ലാമിക ശരീഅത്തിൽ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. കോടതികൾ അതിന് പരിശോധിച്ച് അത് ന്യായമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് വധശിക്ഷ പിന്നെ വിധിക്കാനുള്ള അധികാരം കോടതികൾക്ക്. അത് നടപ്പാക്കുമ്പോൾ പോലും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ 33-ാമത്തെ വചനത്തിൽ അള്ളാഹു അത് പറയുമ്പോൾ പോലും പ്രയോഗിച്ചത് കാണാം, ഫല യുസിഫ് ഫിൽ ഖത്ൽ. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ അയാളെ കൊല്ലുന്ന വിഷയത്തിൽ, ആ വധത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഫല യുസ്രിഫ്, ഇസ്രാഫ് അഥവാ നിങ്ങൾ അതിര് കവിയരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ എവിടെയും ഇസ്ലാമിന്റെ ഈ നിലപാട്, ഇപ്പൊ യുദ്ധത്തിൽ പോലും ഇസ്ലാമിന്റെ സൂറത്തുൽ നഹ്ലിൽ അള്ളാഹു പറയുന്ന ഒരു വാചകമാണ്, ഇൻ ആഖബ്തും ഫആഖിബൂ ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി. നിങ്ങളെ ഒരു സമൂഹം നിങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചു, നിങ്ങളെ യുദ്ധം ചെയ്തു, നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി, എന്നാൽ പോലും നിങ്ങൾ ഏത് രൂപത്തിലാണോ, നിങ്ങൾക്ക് എത്ര അളവിലാണോ നിങ്ങൾക്ക് നഷ്ടം വരുത്തിയത്, എങ്ങനെയാണോ അവർ ആക്രമിച്ചത്, അതേ രൂപത്തിൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാനും അതുപോലെ തന്നെ തിരിച്ചവരോട് യുദ്ധം ചെയ്യാനും ഒക്കെ ഉള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ എന്നാലും അള്ളാഹു അവിടെ പറയുന്നു, വല ഇൻ സബർത്തും ലഹുവ ഖൈറുൽ സാബിരീൻ. എന്നാലും അവിടെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, അഥവാ നിങ്ങൾക്ക് അവകാശമുള്ളതോടൊപ്പം തന്നെ നിങ്ങൾ മധ്യമമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ലഹുവ ഖൈറുൽ സാബിരീൻ, ക്ഷമിക്കുന്നവർക്കാണ് ഏറ്റവും ഉത്തമമായ ഈ ലോകത്തും പരലോകത്തും നന്മയുള്ളത്, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുള്ളത് എന്ന് വരെ ഇസ്ലാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിന്റെ ഒരു സുന്ദരമായ ഒരു വശമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അതിപ്പോ ദീന്റെ കാര്യത്തിലാണെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും ബിൽ ഗുലൂ ഫിദ്ദീൻ, നിങ്ങൾ മതത്തിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട, ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ് മതത്തിൽ നിങ്ങൾ അതിര് കവിയുന്നതിനെ സൂക്ഷിക്കണം. കാരണം ഫൈന മഹലക മൻ കാന ഖബ്ലകും ബിൽ ഗുലൂ ഫിദ്ദീൻ, കാരണം മുൻകാല പല സമൂഹങ്ങൾ, വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട പല സമൂഹങ്ങളും നശിച്ചു പോകാനുള്ള കാരണം അവർ മതത്തിൽ അതിര് കവിഞ്ഞതാണ്. ഇസ്ലാമിലെ ആരാധനകളിൽ പോലും അല്ലെങ്കിൽ ഏത് വിഷയത്തിലായിരുന്നാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകൾ അതിര് കവിയുന്ന സ്വഹാബിമാരെ റസൂലുള്ളാഹി തിരുത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതുമായി വന്ന്, ഞാൻ ഇനി ഒരിക്കലും നോമ്പ് ഉപേക്ഷിക്കാതെ കാലാകാലം നോമ്പെടുക്കും, ഞാൻ ഇനി പൂർണ്ണമായും ബ്രഹ്മചര്യ ജീവിതം, വിവാഹം കഴിക്കുകയില്ല, അതുപോലെ തന്നെ ഞാൻ രാത്രി ഉറങ്ങുകയില്ല, രാത്രി മുഴുവൻ നിസ്കരിക്കും എന്ന് പറഞ്ഞ 3 സ്വഹാബിമാരുടെ ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് റസൂലിന്റെ ആരാധനകൾ എങ്ങനെയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയും അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്ത് തിരിച്ചുപോയ 3 ആളുകളുടെ ചരിത്രം ഹദീസുകളിൽ കാണാം. റസൂൽ അതിനെക്കുറിച്ച് പറയുന്നത് അത് ശരിയല്ല എന്നാണ്. രാത്രി മനുഷ്യന് ഉറക്കം ആവശ്യമാണ്, അതുപോലെ തന്നെ രാത്രി ആവശ്യത്തിന് ഉറങ്ങുക, അതിനുശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ വിവാഹം കഴിക്കുക, ജീവിതം കഴിക്കുന്നതോടൊപ്പം തന്നെ ഒരു മനുഷ്യന് പൂർണ്ണമായി ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയും. വിവാഹം അതിനൊന്നും ഒരു തടസ്സമല്ല. അതുപോലെ തന്നെ നോമ്പെടുക്കുകയാണെങ്കിൽ നോമ്പെടുക്കുക, കുറച്ചു കാലം നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യുക. പൂർണ്ണമായി ഒരു വർഷം മുഴുവൻ എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നുള്ളത് ഇസ്ലാം നിഷിദ്ധമാക്കിയ സംഗതിയാണ്. അപ്പൊ ഇതൊക്കെ പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയും അവസാനം എന്റെ ഈ ഇസ്ലാമിന്റെ ഈ മധ്യമമായ നിലപാട് അത് ആര് പിന്തുടരുന്നില്ലയോ, അതിൽ നിന്ന് ആര് പിന്തിരിയുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ ശരിക്കും അവന് ദീന് മനസ്സിലായിട്ടില്ല, ഇസ്ലാം മനസ്സിലായിട്ടില്ല എന്ന് പറയുകയും ചെയ്തു എന്ന് വരെ ഹദീസുകൾ നമുക്ക് കാണാം. അപ്പൊ അത് മതത്തിന്റെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ
ഒരു രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയർ കെട്ടിയിരിക്കുന്നത് കണ്ടു. അപ്പൊ അത് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ തന്നെ ഒരു ഭാര്യ അവർ നിസ്കരിക്കുമ്പോൾ ക്ഷീണം തോന്നുമ്പോൾ കയറിൽ പിടിച്ച് നിസ്കരിക്കാൻ വേണ്ടി ആണ് അതവിടെ സ്ഥാപിച്ചത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കയർ അഴിച്ചു കളയുന്ന ഇത് പ്രവാചകൻ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. യുസല്ലി അഹദുക്കും നശാത്തോ, ഉന്മേഷമുള്ളപ്പോഴാണ് അവിടെ നിസ്കരിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ പിന്നെ എന്തെങ്കിലും മടുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ, ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ നിസ്കാരം അവിടെ നിർത്തി, അതായത് ഫർദ് നിസ്കാരങ്ങളെ കുറിച്ചല്ല പറയുന്നത്, സുന്നത്ത് നിസ്കാരങ്ങൾ, ഒരാൾ ഐച്ഛികമായി നിർവഹിക്കുന്ന നിസ്കാരങ്ങൾ, അത് പിന്നെ അയാളുടെ ക്ഷീണം മാറിയതിനു ശേഷം ഉന്മേഷത്തോടു കൂടിയാണ് ആരാധനാകർമ്മങ്ങളിൽ പോലും ഇടപെടേണ്ടത്, അനുഷ്ഠിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാം. ഇപ്പോൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറയുന്നത് കാണാം, സത്യവിശ്വാസികളുടെ ഒരു ഗുണം ഇതാ അൻഫഖു, അവർ ചെലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫു, അവർ ധൂർത്തടിക്കുകയുമില്ല, വലം യഖ്തുറു, അവർ പിശുക്കി വെക്കുകയുമില്ല, വകാന ബൈന ദാലിക ഖവാമ, രണ്ടിനും ഇടയിൽ ഒരു മധ്യമമായ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുക, അതുപോലെ തന്നെ പിശുക്കില്ലാതെ ദാനധർമ്മങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുക, ഇങ്ങനെ ഒരു മധ്യമമായ നിലപാടായിരിക്കും അവർക്കുള്ളത് എന്ന് പറയുന്നത് കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ അറാഫിൽ ഭക്ഷണ പാനീയങ്ങളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സൂചിപ്പിച്ചതാണ്, കുലു വഷ്റബു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, വഷ്റബു, നിങ്ങൾ വെള്ളം കുടിച്ചോളൂ, പാനീയങ്ങൾ ഉപയോഗിച്ചോളൂ, പക്ഷെ വലാ തുസീഫ്, നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കുക, അതിര് കവിഞ്ഞ കാര്യങ്ങൾ ചെയ്തു, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അള്ളാഹു അതിര് കവിയുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിലൊക്കെ ആണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ അധ്യാപനം കാണാം. ഒരാൾ ഇനിയിപ്പോൾ ഒതു എടുക്കാനാണെങ്കിൽ പോലും അവിടെ പോലും ആവശ്യത്തിലധികം വെള്ളം ഉപയോഗിക്കരുത്, ധൂർത്തടിക്കരുത്, വെള്ളത്തെ അതിരുകവിഞ്ഞ് വെള്ളം ഉപയോഗിച്ച് വേസ്റ്റ് ആക്കി കളയരുത് എന്ന പ്രവാചക അധ്യാപനം കൃത്യമായി തന്നെ ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ വീടിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ വീട്ടിൽ പ്രവാചകൻ വീട്ടിൽ കിടക്ക അല്ലെങ്കിൽ റൂം, നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് റൂം എന്ന അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫിറാഷുൽ റജുൽ വ ഫിറാഷുൽ ഇംറഅതിഹി, ഒരു വീട്ടിലെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള കിടക്ക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അതുപോലെ തന്നെ വസാലിസ് ഗിദ്ദൈഫ്, പിന്നെ ഒരു കിടക്ക അല്ലെങ്കിൽ പിന്നെ ഒരു സൗകര്യം എന്ന് പറയുന്ന ഒരു അതിഥി വന്നാൽ ആ വീട്ടിൽ കിടക്കാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കുക. റാബി അലി ഷെയ്ത്താൻ, പിന്നെ നാലാമത്തത് എന്ന് പറയുന്നത് പിന്നെ അത് ധൂർത്താൻ, പിന്നെ അത് അതിര് കവിയലാണ്. ആവശ്യത്തിനും അധികം കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുക, വീട്, വസ്ത്രം, ഭക്ഷണം, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നത് ഇസ്ലാം താല്പര്യപ്പെടുന്നില്ല. റാബി അലി ഷെയ്ത്താൻ, പിന്നെ നാലാമത് എന്നുള്ളത് പിശാചിനുള്ളതാണ്, അഥവാ അത് ധൂർത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പൊ ഇതൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശരിയായ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ മതം, മനുഷ്യനോട് പറയുന്നത്, മനുഷ്യൻ ഏതെങ്കിലും ഒരു സ്വപ്ന ലോകത്തെ ഏതെങ്കിലും ഒരു ദന്തഗോപുരത്തിൽ ഒരു സന്യാസ ജീവിതം നയിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു മതം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നല്ല. കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായി ജീവിക്കുന്ന ഒരു പുരോഹിത ഒരു സന്യാസ ജീവിതം അതല്ല മതം. അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള കെട്ടുപാടുകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള മതമൂല്യങ്ങളെയും നിഷേധിച്ചും അതിനെ കാറ്റിൽ പറത്തിയും എല്ലാവിധ സ്വാതന്ത്ര്യം, മതത്തെ യാതൊരുവിധ യാതൊരു വിലയും കൽപ്പിക്കാതെ ജീവിച്ചു പോകുന്ന എല്ലാ സർവതന്ത്ര സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ലിബറൽ ലോകത്തെക്കുറിച്ചുമല്ല മതം പറയുന്നത് ശരിക്ക് നമ്മുടെ ഈ ലോകത്ത്, ഈ ദുനിയാവിൽ, ഈ ലോകത്ത് നമുക്ക് ബന്ധങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഇതൊക്കെ പരിഗണിച്ചും ഈ ലോകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും തന്നെ നമുക്ക് ശരിയായ മതം അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. രണ്ടും ബാലൻസ്ഡ് ആയിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് കഴിയുന്നത് മാത്രമേ മനുഷ്യനെ അറിയുന്ന, മനുഷ്യന്റെ അവസ്ഥകളെ അറിയുന്ന, ശരിക്ക് മനുഷ്യനെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ മനുഷ്യൻ നിശ്ചയിച്ച മതം ഇസ്ലാം പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. ഒരു രസകരമായ സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ സ്വഹാബിമാരെ തമ്മിൽ പലായനം ചെയ്തു വന്ന സ്വഹാബിമാരും മദീനയിലുള്ള സ്വഹാബിമാരും തമ്മിൽ പരസ്പരം സാഹോദര്യ ബന്ധം ആക്കി കൊടുത്തിരുന്നു. ഇന്നയാൾക്ക് ഇന്ന സഹോദരൻ. ആദ്യകാലത്ത് നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അത്താണിയും ഇല്ലാത്ത സമയത്ത് ഒരാൾക്ക് ഇന്നയാൾ സഹോദരൻ. അപ്പൊ ഒരാളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മതി, അയാളെ സഹായിക്കുക, അയാൾക്ക് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ പരസ്പരം സഹോദര ബന്ധം സ്ഥാപിച്ചു. അപ്പൊ അങ്ങനെ സഹോദര ബന്ധം സ്ഥാപിച്ച രണ്ടാളുകളാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹും അതുപോലെ അബൂദർദ റളിയല്ലാഹു അൻഹും. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകനോടൊപ്പം വളരെ എല്ലാത്തിലും മുൻനിരയിൽ ഉണ്ടായിരുന്ന പ്രമുഖ സ്വഹാബിമാരാണ് ഇരുവരും. അബൂദർദ റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, പേർഷ്യക്കാരനായിരുന്ന സൽമാൻ. അപ്പോ ഒരിക്കൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് സന്ദർശനത്തിനായി പോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മുദർദ റളിയല്ലാഹു അൻഹയാണ് അവിടെ ഉള്ളത്. അപ്പൊ അവരാകെ ഒരു മുഷിഞ്ഞ കീറിപ്പറഞ്ഞ വേഷത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ വല്ലാത്ത ഒരു കോലത്തിലാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്, എന്തു പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ ഭാര്യയായ ഉമ്മുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ അഥവാ എന്റെ ഭർത്താവ് അബൂദർദ, അദ്ദേഹത്തിന് ലൈസ ലഹു ഹാജത്തുൻ ഫി ദുനിയ, അദ്ദേഹം ഒരു കൂടുതൽ മതകീയമായി ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അദ്ദേഹത്തിന് ഈ ദുനിയാവിലെ ഈ ലോകത്തെ കാര്യങ്ങളോ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ ഒരു വലിയ ശ്രദ്ധയും അങ്ങനെ ഒരു അത്തരം കാര്യങ്ങളോട് അദ്ദേഹത്തിന് വലിയ പ്രതിപത്തി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ സൽമാൻ ഉള്ളവരുടെ അവസ്ഥ മനസ്സിലായി. അപ്പൊ അന്ന് അദ്ദേഹം അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂദർദ റളിയല്ലാഹു വന്നു. അപ്പൊ അബൂദർദ റളിയല്ലാഹു അന്നത്തെ ഒരു ശീലം എന്ന് പറയുന്നത്
അദ്ദേഹം രാത്രി മുഴുവൻ നിസ്കരിക്കാൻ വരും, ഉറങ്ങാറേയില്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും അദ്ദേഹത്തിന് നോമ്പാണ്. അപ്പോൾ അബൂദർദ റളിയല്ലാഹു വന്നു, സൽമാൻ റളിയല്ലാഹുവിനെ കണ്ടു, അപ്പോൾ സ്വീകരിച്ചു. ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ സൽമാൻ റളിയല്ലാഹു പറഞ്ഞു നിങ്ങളും കഴിക്കണം. അപ്പോൾ അബൂദർദ റളിയല്ലാഹു പറഞ്ഞു അല്ല എനിക്ക് നോമ്പാണ്, എനിക്ക് സുന്നത്ത് നോമ്പാണ്. അപ്പോൾ സൽമാൻ റളിയല്ലാഹു പറഞ്ഞു ഇല്ല, അള്ളാഹുവാണ്, നിങ്ങൾ നിങ്ങളുടെ സുന്നത്ത് നോമ്പ് മുറിച്ച് എന്നോടൊപ്പം നിങ്ങൾ കഴിക്കാൻ തയ്യാറായാലല്ലാതെ ഞാൻ ഈ ഭക്ഷണം തൊടില്ല. അങ്ങനെ നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ കൊണ്ട് നോമ്പ് മുറിപ്പിച്ചിട്ട് സൽമാൻ റളിയല്ലാഹു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അന്നത്തെ ദിവസം അവിടെ താമസിക്കുകയാണ്. രാത്രി ഉറങ്ങാനായി പോയപ്പോൾ സൽമാൻ റളിയല്ലാഹു ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അബൂദർദ റളിയല്ലാഹു എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് ഞാൻ രാത്രി നിസ്കാരം, രാത്രി മുഴുവൻ രാത്രി സാധാരണ ഞാൻ ഉറങ്ങാറില്ല. അപ്പോൾ സൽമാൻ റളിയല്ലാഹു പറഞ്ഞു അല്ല, നിങ്ങൾ കുറച്ച് നേരം കിടക്കണം, നിങ്ങൾ ഉറങ്ങിയാലേ മതിയാവുള്ളൂ. അങ്ങനെ നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ ഉറങ്ങാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വീണ്ടും പിന്നെ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞു അല്ല, നമുക്ക് രാത്രിയുടെ ആ തഹജ്ജുദിന്റെ സമയം, സുബഹിക്ക് മുമ്പുള്ള ആ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാം. അങ്ങനെ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം ഉറക്കിപ്പിച്ചിട്ട് സൽമാൻ റളിയല്ലാഹു ആ സമയമായപ്പോൾ, രാത്രിയുടെ ആ ഒരു പുലർച്ചെ ആ ഒരു സമയമായപ്പോൾ, ആ അന്ത്യയാമം എത്തിയപ്പോൾ സൽമാൻ റളിയല്ലാഹു എഴുന്നേറ്റ് അദ്ദേഹത്തെ കൂടി വിളിച്ച് ഇനി നമുക്ക് ഒരുമിച്ച് രാത്രി നിസ്കാരം നിർവഹിക്കാം എന്ന് പറഞ്ഞ് അവർ ഇരുവരും ഒരുമിച്ച് രാത്രി നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് പോകാൻ നേരത്ത് സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കാരണം ഇത് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആരാധനകളിൽ പോലും ഇങ്ങനെ ഒരു അതിര് കവിയുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. നോമ്പിന്റെ വിഷയമാണെങ്കിൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ നിഷിദ്ധമാണ്. കാരണം പെരുന്നാൾ പോലുള്ള ദിവസങ്ങൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കൽ നിഷിദ്ധമായ ദിവസങ്ങളാണ്. അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് എല്ലാ ദിവസവും നോമ്പുകാനായിരിക്കൽ അസാധ്യമാണ് ഇസ്ലാമിൽ. അത് മാത്രമല്ല ഏറ്റവും ഉത്തമമായ നോമ്പ്, എനിക്ക് ഒരുപാട് നോമ്പെടുക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കതിനുള്ള ശേഷിയുമുണ്ട്, എനിക്ക് ഒരുപാട് നോമ്പെടുക്കണം എന്ന് പറഞ്ഞു വന്ന സ്വഹാബിയോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ സുന്നത്ത് നോമ്പായി പഠിപ്പിച്ചത് ദാവൂദ് നബിയുടെ നോമ്പാണ്. അഥവാ ഒരു ദിവസം നോമ്പെടുക്കുക, അടുത്ത ദിവസം നോമ്പ് ഉപേക്ഷിക്കുക. അങ്ങനെ ഒന്നിരാടം നോമ്പെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ നോമ്പായി പോലും അത്രയ്ക്ക് കഴിവുള്ള ആളുകൾക്ക്. അതല്ലെങ്കിൽ പിന്നെ തിങ്കളും വ്യാഴവുമുള്ള സുന്നത്ത് നോമ്പുകൾ. അതുപോലെ ഒരു മാസത്തിൽ, ഹിജറ മാസത്തിൽ 13, 14, 15 ദിവസങ്ങൾ, അയ്യാമുൽ ബീദ് എന്നറിയപ്പെടുന്ന ദിവസങ്ങളിലെ നോമ്പ്, ഇതൊക്കെ എടുക്കാനാണ് റസൂൽ കൽപ്പിച്ചത്. അപ്പോൾ സൽമാൻ റളിയല്ലാഹു ഇദ്ദേഹത്തോട് പറഞ്ഞു അബൂദർദ ഇന്നലെ റബ്ബിക അലൈക ഹഖൻ, തീർച്ചയായും താങ്കളുടെ രക്ഷിതാവിനോട് താങ്കൾക്ക് കടമകളുണ്ട്, ബാധ്യതകളുണ്ട്, അത് നിർവഹിക്കുക തന്നെ വേണം. എന്നാൽ അതുപോലെ തന്നെ വലി നഫ്സിക അലൈക ഹഖൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരത്തോടും കടമകളും ബാധ്യതകളുണ്ട്. രാത്രി ഉറങ്ങുക, ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കുക എന്നതിൽപ്പെട്ടതാണ്. അത് മാത്രമല്ല വലി അഹ്ലിക അലൈക ഹഖൻ, അബൂദർദ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് ഫഅതി കുല്ലദി ഹഖിൻ ഹഖഹു, ഓരോരുത്തർക്കും കൊടുക്കേണ്ട കടമകളും ബാധ്യതകളും അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളും തങ്ങൾ വകവെച്ച് കൊടുത്താലേ ശരിയാവുകയുള്ളൂ. അതാണ് ദീൻ എന്ന് സൽമാൻ റളിയല്ലാഹു അബൂദർദ റളിയല്ലാഹുവിനോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അബൂദർദ റളിയല്ലാഹു നോക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ മതത്തിൽ നന്മകൾ ചെയ്തതിനാണ് സൽമാൻ ഇങ്ങനെ തന്നെ വിമർശിച്ചു പറയും. അപ്പോൾ പ്രവാചകന്റെ അടുത്ത് പോയി പ്രവാചകനോട് പറഞ്ഞു സൽമാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവാചകൻ എന്താണ് പറഞ്ഞത്? ഒരുപാട് ആരാധനാ നിബദ്ധനായിരിക്കുന്ന അബൂദർദയെ എന്തിനാണ് വിമർശിച്ചത് എന്ന് ചോദിക്കുകയല്ല പ്രവാചകൻ ചെയ്തത്. പ്രവാചകൻ പറഞ്ഞു സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് ശരി, സൽമാൻ പറഞ്ഞതാണ് സത്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശരിവെക്കുകയാണ് ചെയ്തത് എന്ന് ഹദീത്തിൽ കാണാം. ഇമാം ബുഖാരി ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ഇസ്ലാം ദൈവത്തിന്റെ മതം, ദൈവിക മതം എങ്ങനെയാണ്? മതത്തെ തന്നെ മനുഷ്യന് എളുപ്പമായ രൂപത്തിൽ, ഇന്ന ദീന യുസ്റുൻ, മതം എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത് എളുപ്പമാണ്, എല്ലാവർക്കും അവരുടെ ദുനിയാവിന് എത്ര വലിയ തിരക്കുള്ള മനുഷ്യനായിരുന്നാലും, തിരക്കില്ലാത്ത ആളായിരുന്നാലും എല്ലാവർക്കും സുഗമമായി അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനും ആചരിക്കാനും കഴിയുന്ന, ഇബാദത്തുകളൊക്കെ നിർവഹിക്കാൻ കഴിയുന്ന ലളിതമായ മതമാണ് ദൈവത്തിന്റെ മതമായ ഇസ്ലാം എന്ന് മനസ്സിലാക്കുക. അതിൽ തീവ്ര ചിന്താഗതികളില്ല, തീവ്രമായ ആരാധനാകർമ്മങ്ങളില്ല, ഒന്നിനും അതിര് കവിയലില്ല. ഇസ്ലാം പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ച എന്താണോ അതാണ് മധ്യമ നിലപാട്. ചില ആളുകൾ ഈ പ്രമാണങ്ങളിൽ വന്നതിനെ തന്നെ തീവ്രമായി മനസ്സിലാക്കാറുണ്ട്. ആ ഒരു നിലപാടും തെറ്റാണ്. പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങളെ തന്നെ അത് ഇന്നത്തെ കാലത്ത് തീവ്രമാണെന്ന് മനസ്സിലാക്കാറുണ്ട്, അതും തെറ്റാണ്. ഇസ്ലാം പ്രമാണങ്ങളിലൂടെ എന്ത് പഠിപ്പിച്ചോ അതാണ് ശരിക്കുള്ള മധ്യമ നിലപാട്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ കൂട്ടേണ്ടതുമില്ല, കുറയ്ക്കേണ്ടതുമില്ല. ആ ഒരു ശരിയായ മധ്യമ നിലപാടിലൂടെ പോകുമ്പോൾ നമുക്ക് ദീനും ദുനിയാവും ഈഹലോകവും പരലോകത്തും നമുക്ക് വിജയികളാവുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഇസ്ലാമിന്റെ ഈ ഒരു വലാ താറ്റതു, നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്, വലാ തുസ്രിഫു, നിങ്ങൾ അതിര് കവിയരുത് എന്നുള്ള ഈ അധ്യാപനം മാനവരാശിക്ക് എക്കാലത്തുമുള്ള അധ്യാപനമാണ്. അള്ളാഹു ആ അധ്യാപനം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.